അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. പ്രിയപ്പെട്ട രക്ഷിതാക്കൾ, വിദ്യാർത്ഥികളെ, സമസ്ത കേരള ഇസ്ലാം വിദ്യാഭ്യാസ ബോർഡ് 3-ാം ക്ലാസ്സിലേക്ക് പുതുതായി പരിഷ്കരിക്കപ്പെട്ട ദുറൂസുൽ ഇഹ്സാനിന്റെ 6-ാമത്തെ ചാപ്റ്ററാണ് നോക്കുന്നത്. ഖൽബിന് കാവലിരിക്കാം എന്നാണ് പാഠത്തിന് ഹെഡിങ് കൊടുത്തിട്ടുള്ളത്. ഹൃദയത്തിന്റെ കുറിച്ചാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുന്നു, ശരീരത്തിലൊരു മാംസകഷ്ണമുണ്ട്. അത് നന്നായാൽ ശരീരം മുഴുവൻ നന്നായി, അത് ദുഷിച്ചാൽ ശരീരം മുഴുവനും ദുഷിച്ചു. അറിയുക, അതാണ് ഹൃദയം. ഹൃദയം എന്ന അവയവം വളരെ പ്രധാനമാണ്. മനുഷ്യനെ നന്നാക്കുന്നതും ചീത്തയാക്കുന്നതും ഹൃദയമാണ്. നന്മ നിറഞ്ഞ ഹൃദയങ്ങൾ അള്ളാഹു നമുക്ക് നൽകട്ടെ എന്ന് പ്രാർത്ഥിക്കാം. 4 പീരീഡുകളായിട്ടാണ് ഈ പാഠം തീർക്കേണ്ടത് എന്നാണ് വിദ്യാഭ്യാസ ബോർഡ് നിർദ്ദേശമുള്ളത്. ഈ പാഠം കൊണ്ടുള്ള പഠന ഉദ്ദേശം: ഒന്നാമത്തേത്, ഖൽബിനെ കുറിച്ചും അതിൻ്റെ പ്രാധാന്യത്തെക്കുറിച്ചും അറിവുണ്ടാക്കൽ. രണ്ടാമതായി, ഖൽബിനെ ദുഷിപ്പിക്കുന്ന സ്വഭാവങ്ങളെക്കുറിച്ച് ബോധമുണ്ടാക്കൽ. മൂന്നാമതായി, ഖൽബിനെ സംരക്ഷിക്കാനുള്ള പരിശീലനം നൽകൽ. നമുക്ക് വായിക്കാം. പ്രിയപ്പെട്ട കുട്ടികളെ, നിങ്ങൾ ഖൽബ് എന്ന് കേട്ടിട്ടുണ്ടോ? ഒരാളുടെ പ്രവർത്തനങ്ങളെ നിയന്ത്രിക്കുന്ന ഒരു പ്രധാന അവയവമാണ് ഖൽബ്. ശുദ്ധമായ ഖൽബുള്ളവൻ നല്ല മനുഷ്യനും ദുഷിച്ച ഖൽബുള്ളവൻ ചീത്ത മനുഷ്യനുമാണ്. ഇവിടെ ഖൽബിന്റെ അർത്ഥം എന്താണ്? ഹൃദയം എന്നാണ്. അള്ളാഹു നമ്മുടെ ഖൽബിനെ നിരീക്ഷിച്ചു കൊണ്ടിരിക്കുന്നു. അതിനാൽ ശിർക്ക്, റിയാ, കിബിർ, ബുഖ്ൽ തുടങ്ങിയ തിന്മകളിൽ നിന്ന് ഖൽബിനെ നാം കാത്തു സൂക്ഷിക്കണം. ഇനി ഓരോന്നും വ്യക്തമായി പറയാൻ, എന്താണ് ഷിർക്ക്, എന്താണ് റിയാ തുടങ്ങിയ കാര്യങ്ങൾ. അള്ളാഹുവിനെ പോലെ മറ്റൊരാളുണ്ടെന്നോ അള്ളാഹു അല്ലാതെ ആരാധനക്ക് അർഹനായ മറ്റൊന്ന് ഉണ്ടെന്നോ ഉള്ള വിശ്വാസമാണ് ഷിർക്ക്. മറ്റൊരു അള്ളാഹു ഉണ്ട് എന്നെന്ത് ചെയ്യുക, ഒന്നിൽ കൂടുതൽ ആരാധന ഉണ്ട് എന്ന് വിശ്വസിക്കുന്ന ഷിർക്ക് എന്ന് പറയും. മറ്റുള്ളവർ കാണാൻ വേണ്ടി ആരാധന ചെയ്യലാണ് റിയാ. സത്യം നിഷേധിക്കലും ജനങ്ങളെ നിസ്സാരമാക്കലുമാണ് കിബിർ. സമ്പത്ത് ആവശ്യത്തിന് ചെലവഴിക്കാതെ പിടിച്ചുവെക്കലാണ് ബുഖ്ൽ. 4 കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്. അത് 4ഉം ഖൽബ് തിന്മയായാൽ, ഖൽബ് മോശമായാൽ ഉണ്ടാകുന്ന 4 കാര്യങ്ങളാണ്. ഖൽബിനെ നന്നാക്കാനുള്ള വഴികൾ, കാര്യങ്ങളൊക്കെ ഉണ്ടായാൽ എങ്ങനെ നമ്മളെ ഹൃദയത്തെ നന്നാക്കാൻ പറ്റുന്നുള്ളതാണ്. ഒന്നാമതായി, നല്ല കാര്യങ്ങൾ ശീലമാക്കുക. രണ്ടാമത്, തെറ്റായ ശീലങ്ങൾ ഒഴിവാക്കുക. 3, സംഭവിച്ച തെറ്റുകൾക്ക് അള്ളാഹുവിനോട് പൊറുക്കലിനെ തേടുക. 4, നല്ലവരോട് സഹവസിക്കുക. 5, ദിക്റും സ്വലാത്തും ശീലമാക്കുക. ഈ കാര്യങ്ങളെ കൊണ്ട് നമുക്ക് എന്ത് ചെയ്യാം? നമ്മുടെ ഹൃദയത്തെ, ദുഷിച്ച ഹൃദയത്തെ നന്നാക്കാം. അള്ളാഹു തൗഫീഖ് നൽകട്ടെ. അലാ വ ഇന്ന ഫിൽ ജസദി മുദ്ഗതൻ ഇദാ സ്വലഹത് സ്വലഹൽ ജസദ് കുല്ലുഹു വ ഇദാ ഫസദത് ഫസദൽ ജസദ് കുല്ലുഹു അലാ വഹിയൽ ഖൽബ്. മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞതാണ്. മുത്തഫഖുൻ അലൈഹി. ഇമാം ബുഖാരിയും മുസ്ലിം റളിയല്ലാഹു അൻഹുമാ റിപ്പോർട്ട് ചെയ്ത ഹദീസാണ് എന്നർത്ഥം. അതിൻ്റെ അർത്ഥം താഴെ കൊടുത്തിട്ടുണ്ട്. അറിയുക, ശരീരത്തിൽ ഒരു മാംസകഷ്ണമുണ്ട്. അത് നന്നായാൽ ശരീരം മുഴുവൻ നന്നായി, അത് ദുഷിച്ചാൽ ശരീരം മുഴുവനും ദുഷിച്ചു. അറിയുക, അതാണ് ഹൃദയം. ഇനി നമുക്ക് നെക്സ്റ്റ് പേജ് നോക്കാം. തദ്രീബാത്താണ്, ഉത്തരം പറയാം. ചോദ്യം 1 എന്താണ്? മനുഷ്യന്റെ പ്രവർത്തനങ്ങളെ നിയന്ത്രിക്കുന്നത് ഏത്? ഖൽബ് അഥവാ ഹൃദയം. രണ്ടാമത്തെ ചോദ്യം, ഖൽബിനെ ദുഷിപ്പിക്കുന്ന 2 കാര്യങ്ങൾ. 1 ഷിർക്ക്, 2 റിയാ. രണ്ടാമത്തെ പ്രവർത്തനം എന്താണ്? യോജിച്ചത് ചേർക്കാം. കിബിർ, ബുഖ്ൽ, റിയാ, ഷിർക്ക്. 4 എണ്ണം ബ്രാക്കറ്റിൽ കൊടുത്തിട്ടുണ്ട്. അതിൽ നിന്ന് ശരിയായത് മാത്രം എടുത്തേത്. 1, അള്ളാഹു അല്ലാത്തവരെ കാണിക്കാൻ വേണ്ടി ആരാധന ചെയ്യുക. ഏതാണത്? റിയാ ആണ് ഉത്തരം. രണ്ടാമത്തത്, സത്യം നിഷേധിക്കലും ജനങ്ങളെ നിസ്സാരമാക്കലും. ഏതാണ് ഉത്തരം? കിബിർ.
മൂന്നാമത്തെ പ്രവർത്തനം എന്താണ്? ശീലമാക്കാം. നമ്മുടെ നിത്യജീവിതത്തിൽ ശീലമായി അഥവാ പതിവായി ചെയ്യേണ്ടതാണ്. എന്താണത്? മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മേൽ 10 കുറയാത്ത സ്വലാത്ത് എല്ലാ ദിവസവും ചൊല്ലാം. കുട്ടികളൊക്കെ എല്ലാ ദിവസവും മിനിമം എത്ര സ്വലാത്ത് ചൊല്ലണം? 10 സ്വലാത്ത് ചൊല്ലണം. അള്ളാഹു തൗഫീഖ് നൽകട്ടെ. ഇനി നമുക്ക് നാലാമത്തെ ഒന്നിച്ച് പാടാം. അതിലെ ആ QR കോഡ് സ്കാൻ ചെയ്തിട്ട് ഇതിൽ റെക്കോർഡ് ചെയ്തിട്ടുണ്ട്. കുട്ടികളൊക്കെ ഇത് കേട്ട് നന്നായി പാടി പഠിക്കുക. അള്ളാഹു തൗഫീഖ് നൽകട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.